ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു ഈവനിങ് സമയമാണ്. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. എങ്ങടാ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ എവിടേക്ക് പോകണം എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഒന്ന് ലുലു വരെ പോകാമെന്ന് വിചാരിച്ചു. ലുലുവിലേക്ക് പോയിട്ടും കുറച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ലുലുന്ന് കാണുകയും ചെയ്യാം, സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയും പെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ഇഷ്ടം ഇങ്ങനൊരു ക്ലൈമറ്റിൽ പുറത്ത് പോകാനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹൈവേ തന്നെയുള്ള ഒരു മിൽമ ബൂത്തിൽ കയറിയിട്ട് ചായ കുടിച്ചു. പുറത്തിറങ്ങിയ മിൽമയുടെ ഒരു ചായ മസ്റ്റാണ്. സാധാരണ ഞങ്ങൾ കോട്ടമൈതാനത്തുള്ള മിൽമ ബൂത്തിൽ നിന്നാണ് ചായ കുടിക്കാറുള്ളത്. ഇപ്പോൾ ആ വഴിക്കല്ല പോണതെന്നുള്ളത് കൊണ്ട് ഹൈവേയിലുള്ളൊരു മിൽമ ബൂത്തിൽ നിന്ന് ചായ കുടിച്ചു. നല്ല ചൂടുള്ള ചായയും പുറത്ത് നല്ല മഴയും. ഈ മഴ ഇങ്ങനെ കണ്ടുകൊണ്ട് ചൂടുള്ള ചായയും കുടിക്കുന്നത് നല്ലൊരു സുഖമുള്ള പരിപാടിയാണല്ലേ. ഇത് മഴയുടെ ഒരു സ്റ്റാർട്ടിങ് ടൈമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും സുഖം എന്നൊക്കെ പറയണത്. അതിന് ശേഷം മഴ തന്നെയായിരുന്നു. ഇനി മഴ വേണ്ടാന്നുള്ള ഒരു സാഹചര്യം വരെ എത്തി. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി ലുലു എത്തി. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ലുലുവിൽ തിരക്കും കുറവാണ്. സാധാരണ സാറ്റർഡേ സൺഡേ വന്നു കഴിഞ്ഞാൽ ഭാഗത്തേക്കേ പോകാൻ പറ്റില്ല, നല്ല തിരക്കായിരിക്കും. പിന്നെ ഞങ്ങളത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ കയറി ഇറങ്ങി സാധനങ്ങൾ നോക്കുക, എടുക്കുക, അവിടെ തന്നെ വെക്കുക. അതിൻ്റെയായിരുന്നു പണി. വലിയ കാര്യമായിട്ടൊന്നും പർച്ചേസിംഗ് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം നോക്കും, വില നോക്കും, വേണമെന്ന് ചോദിക്കും. സതീഷേട്ടൻ വേണ്ട പറയും. അപ്പോൾ അത് അവിടെ തന്നെ വെക്കും. ഈ ഫിനോയിലൊക്കെ പല ഫ്ലേവേഴ്സിൽ പല സ്മെല്ലിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് അങ്ങനെ വാസനിച്ച് നോക്കുകയാണ് ഏതാ നല്ല സ്മെല്ല് എന്നുള്ളത്. പിന്നെ എല്ലാ ഭാഗത്തും കയറി ഇറങ്ങി എല്ലാം എടുത്ത് നോക്കി അവിടെ തന്നെ വെച്ചു. ഇത് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. എല്ലാ കൗണ്ടറിലും കയറി ഇറങ്ങുക, സാധനങ്ങൾ എടുക്കുക, വില നോക്കുക, അവിടെ വെക്കുക. അപ്പോൾ ഒരു ഡയലോഗ് എനിക്ക് കേൾക്കാം, ഇത് നമ്മുടെ അടുത്തുള്ള കടയിൽ ഇതിനേക്കാൾ വില കുറവിൽ കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് ഇവിടെ നിന്ന് വാങ്ങണത് എന്ന്. പക്ഷേ എന്തോ എല്ലാ പ്രാവശ്യം ചെയ്യുന്നൊരു റൂട്ടീനായതുകൊണ്ട് ഇപ്രാവശ്യം വന്നിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഈ ഫുഡ് കോർട്ടിൽ കയറി മോൾക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, പിന്നെ അമ്മു അവളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി. അവളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറുമ്പോൾ അവൾ എന്നെ വിളിക്കില്ല, അവൾ അച്ഛനെയാണ് വിളിക്കുക. എന്നെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് അവൾക്കറിയാം, ഞാനൊന്നും വാങ്ങാൻ സമ്മതിക്കില്ല. അപ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ട് അവളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി എന്തൊക്കെയോ വാങ്ങണുണ്ടായിരുന്നു. ഞാൻ പിന്നെ ആ ഭാഗത്തേക്കേ പോയില്ല. അപ്പോഴാണ് അതിനടുത്ത് ബോട്ടിൽ ഫിഷിനെ കണ്ടത്. ഗ്ലാസ് ബോട്ടിലാണോ പ്ലാസ്റ്റിക് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പല കളറിൽ പിങ്ക്, യെല്ലോ, വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക് എല്ലാ കളറിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ അടുത്തത് പോയത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഐറ്റത്തിൻ്റെ അടുത്തേക്കാണ്, നാളികേരം. പക്ഷെ അവിടെ ഒരു പീസിന് 42 രൂപയാണ്. അതിപ്പോൾ ചെറുതെടുത്താലും ശരി വലുതെടുത്താലും ശരി പീസിന് 42 രൂപയാണ്. അത് കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ 2 നാളികേരം എടുത്തു. എപ്പോഴും അവിടെ നിന്ന് തേങ്ങ വാങ്ങുമ്പോൾ നന്നായിരിക്കും. നമ്മൾ ചിലപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കേടുണ്ടാവാറുണ്ട്. പക്ഷേ അവിടെ നിന്ന് വാങ്ങുമ്പോൾ എപ്പോഴും നന്നായിരിക്കും. പിന്നെ ഇതാ പലതരത്തിലുള്ള ചീര, പാലക്ക്, മല്ലിയില, കറിവേപ്പില എല്ലാം ഉള്ള സെക്ഷനാണ്. ഫ്രഷ് ആയിരിക്കുന്നത് കണ്ടപ്പോൾ കുറച്ച് പാലക്കും ചീരയൊക്കെ വാങ്ങി. പിന്നെ വെറുതെ ഇങ്ങനെ നടന്ന് നോക്കുകയാണ്. ഒന്നും എടുത്തിട്ടില്ല ആ ഭാഗത്തു നിന്നൊന്നും. പിന്നെ എടുത്തത് ഞങ്ങൾ തൈര്, യോഗേർട്ട്, അതിനൊക്കെ അത്യാവശ്യം ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതെല്ലാം എടുത്തു. യോഗേർട്ടെല്ലാം മോൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം ഓരോ ഡബ്ബ വീതെടുത്തു. അതിനൊക്കെ നല്ല വില കുറവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വളരെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ഞങ്ങൾ ബില്ലടിച്ചിട്ട് ഇറങ്ങി. നേരെ പോയത് മേലെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. അവിടെ എന്തോ പരിപാടി, മ്യൂസിക് ബാൻഡിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. മേലെ ഫുഡ് കോർട്ടാണ്. അപ്പോൾ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ താഴേന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും സ്നാക്സ് എല്ലാം വാങ്ങിച്ചിട്ട് മേലെ പോയിരുന്ന് കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അമ്മൂന് വേണ്ടിയിട്ട് എന്തോ 1-2
ചിക്കൻ റോളോ പപ്സോ വാങ്ങി ഞങ്ങൾ മേലെ പോയിരുന്ന് കഴിച്ചു. ഈ മ്യൂസിക് ബാൻഡ് നന്നായിരുന്നു കേൾക്കാനായിട്ട്, വയലിനും എല്ലാം നന്നായിരുന്നു കേൾക്കാനായിട്ട്. അങ്ങനെ അതും കേട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ ലുലുവിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.